ഓക്കെ സാറേ, ഇനി ലേറ്റ് ആവത്തില്ല. എനിക്ക് മനസ്സിലായി. ഇനി വേറൊരു ഡേറ്റ് ഞാൻ പറയത്തില്ല. ഓക്കെ. എന്തൊരു കഷ്ടമാണിത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായിരുന്നു. ഇപ്പോൾ ജോലി കിട്ടിയപ്പോഴോ ഉള്ള മനസമാധാനം പോയി. എൻ്റെ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? അല്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ കാര്യം നോക്കാൻ എവിടാ സമയം? അർച്ചനയും പാൽപ്പായസം ചെയ്താലല്ലേ അവർക്കൊക്കെ നമ്മുടെ കാര്യം നോക്കാൻ സമയം കിട്ടൂ. എൻ്റെ മുമ്പിലെങ്ങാനും വന്നിരുന്നെങ്കിൽ രണ്ട് പറയാമായിരുന്നു. ആരാ? മര്യാദയ്ക്ക് പറഞ്ഞോ ആരാണെന്ന്. ഇതാണ് ഈ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം. ദൈവത്തെ കാണണം ദൈവത്തെ കാണണം എന്ന് എപ്പോഴും പറയും. ഇനി മുന്നിലെങ്ങാനും വന്നാലോ ആരാണെന്ന് ഇതുപോലെ ചോദിക്കും. ദൈവോ? ശരിക്കും ദൈവം എന്ന് തെളിയിക്കുന്ന കാർഡൊന്നുമില്ല. അല്ല, ഈ രൂപത്തിലായോണ്ട് ചോദിക്കുക. പേരെന്നതാ? പേരും നാടുമൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. അല്ല, സാധാരണ ഞങ്ങൾ കാണുന്ന ഒരു രൂപത്തിലല്ലല്ലോ, അതാ. രൂപം അതൊക്കെ നീയൊക്കെ കൊടുത്തതല്ലേ. തൽക്കാലം നീ എന്നെ ഈ രൂപത്തിൽ കണ്ടാൽ മതി. അല്ല, എൻ്റെ ഫേവറേറ്റ് കൃഷിൻ്റെ രൂപത്തിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയേനെ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? കൃഷ്ണൻ്റെ രൂപത്തിൽ വരണം, അത്രയല്ലേ ഉള്ളൂ. ഇതുപോരെ? ആ, ഇത് മതി. നീ ഏതായാലും വിളിച്ച കാര്യം പറ. നമുക്കങ്ങോട്ട് മാറിയിരുന്ന് സംസാരിച്ചാലോ? ആ ശരി. ഇതൊക്കെയാണ് കാര്യങ്ങൾ. തെറ്റെൻ്റെ ഭാഗത്താടാ. അതെന്താ? ലോകത്ത് ഇത്ര ആൾക്കാരുണ്ടായിട്ട് നിന്റെ മുന്നിൽ തന്നെ വരാൻ എനിക്ക് തോന്നിയല്ലോ. ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമോ? ശരിയാക്കാൻ പറ്റുമോ എന്ന് പറ്റത്തില്ല. നീയൊക്കെ ഞങ്ങളെപ്പറ്റി എന്ത് വിചാരിച്ചു വെച്ചേക്കുന്നത്? എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അതൊക്കെ നിന്നെയൊക്കെ വിളിച്ച് പറയണോ? അതായത് കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് നാളെ കൊടുങ്കാറ്റ് വരെ ഒന്ന് സൂക്ഷിക്കണേ എന്ന് വിളിച്ച് പറയണോ? പിന്നല്ലാതെ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കേണ്ട ചുമതല ആർക്കാ? നിങ്ങൾക്കാ. അപ്പം ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. എടാ മോനെ, നീ എനിക്ക് കൂടുതൽ ചുമതലയൊന്നും തരല്ലേ. നീയൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ക്രെഡിറ്റ് നീ ഒന്നും എനിക്ക് തരണ്ട. അത് പിന്നെ നീ എന്തെങ്കിലും ചെറിയ കാര്യം പറ, നമുക്ക് തെറ്റാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിലേ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുക. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചാൾ അതിൻ്റെ മുന്നിൽ കയറി നടക്ക്. ഓ, ഇമാതിരി ഡയലോഗൊക്കെ കാലഹരണപ്പെട്ടിട്ട് കാലം കുറേ ആയി കേട്ടോ. നീ ബാക്കി പറ. അവള് പറയുന്നു ഇത് സിറ്റുവേഷൻഷിപ്പ് ആണെന്ന്. അത് ശരി, വിദ്യാഭ്യാസം ഇല്ലല്ലേ? എടാ, സിറ്റുവേഷൻഷിപ്പ് അല്ല, റിലേഷൻഷിപ്പ് അങ്ങനെ വേണം പറയാൻ. ഒരു അപ്ഡേഷനും ഇല്ലാത്ത ദൈവം. സിറ്റുവേഷൻഷിപ്പ് പുതിയ സാധനമാണ്. ഓരോരോ പുതിയ പേരുകള്. ആരായി പറയുന്നത്? ഒരു ടെക്നോളജി ഇല്ലാത്ത കാലത്ത് 19,000 പേരെ. എക്സ്ക്യൂസ് മീ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കൃഷിൻ്റെ വേഷത്തിലാണെന്ന് പറഞ്ഞ് ഓരോന്നും കയറി അങ്ങ് പറയല്ലേ. അതൊക്കെ വിട്, കാര്യം നടക്കൂ. നിന്നോട് ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. പറ. നിനക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നീ തന്നെ ചെയ്യണം. അത് നടക്കുമോ ഇല്ലയോ, ശരിയാകുമോ ശരിയാകില്ലയോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം നിനക്ക് കിട്ടും. നിങ്ങളിങ്ങനെ ഉപദേശിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാനിത് ആരോടാ പറയുന്നത്? എടാ, ചെയ്യാനുള്ളത് നീയൊക്കെ തന്നെ ചെയ്യണം. ഞാൻ വേണമെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യാം. അത് ശരി. അപ്പോൾ വെറുതെ നിങ്ങളോട് സംസാരിച്ച് സമയം കളഞ്ഞു. അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം അല്ലേ? അത്രേ ഉള്ളൂ. എടാ, എന്നോട് സംസാരിക്കുന്ന സമയത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിലേ ഇപ്പം ആ ക്ലയൻറ്റിന് കൊടുക്കല്ലായിരുന്നോ? ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സംഭവിച്ചതെല്ലാം നല്ലതിനെന്നല്ലേ അറിയാം. എല്ലാം അറിയാം. എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ച് വെറുതെ സമയം കളയുന്നത്. അല്ല എന്നാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.